മര്യാദക്ക് ഞാൻ പറഞ്ഞ കേട്ടില്ല നിന്നെ അടുത്ത് ഭിത്തിയിലായിരിക്കും കേട്ടല്ലേ. എന്തോടി ഭീമ എന്റെ കൂട്ടുകാരൻ വിളി വന്നിരിക്കുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വിഷ്ണു, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പൊ തന്നെ പഠിക്കാൻ പറഞ്ഞ തറുതല പറയുന്നത്. ചേച്ചിയുടെ മോനടാ, അവൻ കുറച്ച് കുരുത്തക്കേടാ. പഠിക്കാത്തതിന് സ്കൂളിൽ നിന്ന് എല്ലാ ദിവസം ടീച്ചർ വിളിച്ച് പരാതി പറിച്ചില്ല. എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ വാ തുറന്ന് പറയത്തുമില്ല. നോക്കി അത് ചിലപ്പോ നിങ്ങളുടെ അടുത്തായോണ്ടായിരിക്കും. ഞങ്ങളുടെ അടുത്ത് മാത്രമല്ല, അവന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഇങ്ങനെ തന്നെ പെരുമാറുന്നത്. അത് നോർമലി എല്ലാ കുട്ടികളും കാണപ്പെടുന്ന ഒരു പ്രോബ്ലം. അത് കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ പേരൻസും അവരുടെ പ്രോബ്ലം എന്താണെന്ന് അറിയാതെ കുട്ടികളും സഫർ ചെയ്യും. എറണാകുളത്ത് നിർവ്വാന ലൈഫ് പാത്ത് എന്നൊരു സ്ഥാപനമുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ അഡൽട്സ് വരെയുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്തിനും കരിയർ ഐഡന്റിഫിക്കേഷനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കുട്ടികളുടെ കഴിവും വീക്ക്നെസ്സുകളും ഒക്കെ പാരൻസ് കുഞ്ഞിലെ തന്നെ തിരിച്ചറിഞ്ഞിട്ട് ഒരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയോ ഒക്കെ അവരെ ട്രാക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചിട്ടുള്ള ജോലി തന്നെ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. റിലേഷൻഷിപ്പ് ബ്രേക്കപ്പോ ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കൗൺസിലിംഗ് തെറാപ്പീസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്.